ക്യാപ്സിക്കം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ക്യാപ്സിക്കം ചുവന്ന ക്യാപ്സിക്കമാണ് എടുത്തത്. അത് നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളൻകിഴങ്ങ് നീളത്തിലരിഞ്ഞിട്ട് അതിൽ ഉപ്പ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചൊറുക്ക് ഒഴിച്ചിട്ട് അത് നന്നായി തിരുമ്പി യോജിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. വല്ലാണ്ട് മൊരിഞ്ഞ് അങ്ങനെയാവണ്ട, നമുക്ക് ഒന്ന് ചെറിയ കളർ ചേഞ്ചൊക്കെ മതി. എന്നാൽ ഉള്ളൊക്കെ വെന്ത് നെയ്യിൽ തന്നെ അത് ഇതായിട്ടിരിക്കും. അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം 2 സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള പെട്ടെന്നൊന്നായി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായി വന്നപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം പോണ വരെയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയെല്ലാ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 തക്കാളി, 3 ക്യാപ്സിക്കം, പിന്നെ ഒരു 4 ഉരുളൻകിഴങ്ങ് നമ്മൾ വറുത്ത് നേരത്തെ മാറ്റി വെച്ചത്, അതെല്ലാം കൂടി ഒരുമിച്ച് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇട്ടുണ്ട്. തക്കാളി ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ഒരേ കളറാണ്. പിന്നെ അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ ഉരുളൻകിഴങ്ങും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വെളിച്ചെണ്ണയിലായി വന്നപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. എണ്ണയിൽ ഞാനൊരു 5 മിനിറ്റ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇട്ടതിന് ശേഷം എന്നിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി ചാറൊന്ന് ചെറുതായി കുറുതായി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണെന്ന് ഈ സമയത്ത് നോക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ വേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു, കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമ്മൾ ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ക്യാപ്സിക്കം. അപ്പോൾ അതിൽ ഉരുളൻകിഴങ്ങും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.